ഗ്രേറ്റ് പ്രോപ്പറ്റ് എന്ന പേരിൽ ഇറാൻ ഒരു സൈനിക അഭ്യാസം നടത്തിയിരിക്കുകയാണിപ്പോൾ. ഒപ്പം തന്നെ ഇറാൻ അവരുടെ ഏറ്റവും പുതിയ ആയുധങ്ങളും ആ ആയുധങ്ങൾ സൂക്ഷിച്ച വലിയ ഭൂഗർഭ ആയുധ പുരകളും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഏത് നിമിഷവും ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്നതിൻ്റെ യുദ്ധഭീതി വീണ്ടും കനത്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ആ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് പുറത്തുവിട്ട പുതിയ ദൃശ്യങ്ങളിൽ അവർ വലിയ തോതിൽ രഹസ്യ ആയുധപുരകൾ പണിയുന്നു എന്നും ചിലത് പണിഞ്ഞു കഴിഞ്ഞവ അവർ പ്രദർശിപ്പിച്ചു എന്നതും പൂർണ്ണ സജ്ജമായ രഹസ്യ തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു എന്നതുമൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്ത. ശത്രുവിൻ്റെ ഏതൊരു ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ സർവ്വസജ്ജമാണെന്ന് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇറാൻ അവരുടെ ഏറ്റവും മൂർച്ച കൂടിയ ആയുധങ്ങൾ തന്നെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മധ്യ ഇറാനിയൻ പ്രവിശ്യയായ ഇസ്ഫഹാനിലെ നദാൻഡ് ആണവ കേന്ദ്രത്തിൻ്റെ വ്യോമ പ്രതിരോധ പരിധിക്കുള്ളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകളും ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ തൊടുത്തുവിടുന്നത് ആ ലക്ഷ്യം പൂർണ്ണമായും തകർക്കുവാൻ കഴിയുന്ന രീതിയിൽ എന്ന് അവകാശപ്പെടുന്നതുമായ മിസൈലുകളാണ് ഇപ്പോൾ ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കും എന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തന്നെ പറഞ്ഞു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്ന് ഇസ്രയേലിനോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇസ്രയേൽ അത് സംബന്ധിച്ച് വ്യക്തതകൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുകയാണെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇറാനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ യുദ്ധത്തിൽ മേൽക്കൈ നേടുക എന്ന തന്ത്രമാണ് ഇസ്രയേൽ പ്രയോഗിക്കുക. ആ പ്രയോഗത്തെ എന്ത് വില കൊടുത്തും തകർക്കും. അങ്ങനെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ഏതൊരാക്രമണത്തെയും പൊടുന്നനെ തന്നെ പ്രതിരോധിക്കുവാനും തകർക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് തങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഏറ്റവും പുതിയ ആയുധമാണ് ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് ഇറാൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇറാൻ്റെ മധ്യപ്രവിശ്യയായ ഇസ്ഫഹാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംരക്ഷിക്കുന്ന ഈ ആണവ കേന്ദ്രം സംരക്ഷിക്കുന്നതിനായി വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള അവരുടെ പുനഃക്രമീകരണങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. അതിനിടെയാണ് ദ പ്രൊഫറ്റ് എന്ന പേരിൽ അവരൊരു വലിയ സൈനിക അഭ്യാസം തന്നെ ഇവിടെ നടത്തിയത്. ഈ സൈനിക അഭ്യാസത്തിനിടെ യുദ്ധത്തിൽ ഏറ്റവും വിനാശകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങൾ തയ്യാറാക്കിയതായാണ് IRGCയുടെ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി വ്യക്തമാക്കിയിരിക്കുന്നത്. ശത്രു എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രതിരോധിക്കാൻ ആവശ്യമായവ എല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ട്, എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ജനുവരി 4 ആരംഭിച്ച ഗ്രേറ്റ് പ്രൊഫറ്റ് 19 എന്ന വലിയ സൈനിക അഭ്യാസത്തിൻ്റെ ഒടുവിലായിരുന്നു ഇറാൻ അവരുടെ ആയുധ സംഭരണശാലയും ചില ആയുധങ്ങളും ആയുധപുരകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെയും ഭൂഗർഭ അറകൾക്കുള്ളിൽ ഇറാൻ തയ്യാറാക്കി നിർത്തിയ ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങൾ ലോകത്ത് വലിയ ചർച്ചയായിരുന്നതാണ്. മുൻപ് ഇറാൻ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ ഇറാൻ്റെ ദീർഘദൂര മിസൈലുകൾ കണ്ട് ലോകം അന്താളിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇറാൻ പുതിയ ഭൂഗർഭ ആയുധപുരകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാൻ്റെ പല ഭാഗങ്ങളിലും ഇറാന് ഭൂഗർഭ അറകൾ ഉണ്ടെന്നും അവിടങ്ങളിലൊക്കെ വലിയ ആയുധ ശേഖരണം തന്നെ ഉണ്ട് എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. 358 പ്രതിരോധ മിസൈൽ സംവിധാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോയിറ്ററിംഗ് ഉപരിതല ആകാശ മിസൈൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിനിടെ ആദ്യമായി പരീക്ഷിച്ച നൂതന മിസൈലുകളിൽ ഒന്നാണ് 358 എന്ന പേരിൽ അറിയപ്പെടുന്ന മിസൈലുകൾ. ഇറാൻ്റെ സൈനികാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തന മേഖലകളിലേക്ക് സൈനികരെയും ഉപകരണങ്ങളെയും വേഗത്തിൽ വിന്യസിക്കുന്നതിൻ്റെ IRGC ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ വിപുലമായിട്ടുള്ള പൊടുന്നനെയുള്ള നീക്കങ്ങളും അതോടൊപ്പം തന്നെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുമൊക്കെ ഈ പറയപ്പെടുന്ന ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന ഈ സൈനിക അഭ്യാസത്തിൽ അവർ പ്രകടമാക്കി എന്ന് മേജർ ജനറൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണം നടത്തുക, ആക്രമണാത്മക പ്രവർത്തനങ്ങൾ നടത്തുക, വേഗത്തിൽ സൈന്യത്തെ ഏത് ഘട്ടങ്ങളിലാണോ വിന്യസിക്കേണ്ടത് അവിടെയൊക്കെ വിന്യസിക്കുക, വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളെ
വളരെ പെട്ടെന്ന് അനുകൂലമാക്കുക തുടങ്ങിയവയാണ് സൈനിക പരിശീലനത്തിൽ പ്രധാന മാർഗങ്ങളുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതികമായ സൈനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും പുതിയ സാങ്കേതികമായ ആയുധങ്ങളെ പരിചയപ്പെടുത്തുക എന്നിവയൊക്കെ ഈ പരിശീലനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സൈനിക യുദ്ധ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ അഭ്യാസങ്ങൾ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിൽ ഒന്നായിട്ട് മാറും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും അപകടകരമായ സാധ്യതകളെ അഭിമുഖീകരിക്കുന്ന പ്രവർത്തന ശേഷി കൈവരിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും അത്യാധുനിക യന്ത്രങ്ങളും ആയുധങ്ങളും തന്ത്രങ്ങളും ഉൾപ്പെടുത്താനും രൂപകൽപ്പന ചെയ്യാനുമൊക്കെ ഈ അഭ്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരിശീലനത്തിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കിൽ നിന്ന് പുതിയ തരത്തിലുള്ള ആയുധങ്ങളും യുദ്ധമുറകളും ഇറാൻ ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗവേഷകന്മാർ ആ തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാൻ, ആ തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. തങ്ങൾ ഓരോ ദിവസവും മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ്റെ 30 കേന്ദ്രങ്ങളിൽ മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഉൽപ്പാദനവും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എയറോസ്പേസ്, എയർ ഡിഫൻസ്, നേവൽ, ഗ്രൗണ്ട് യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ അഭ്യാസം എന്ന നിലയിൽ കാലികമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് സേനയുടെ സന്നദ്ധത നിലനിർത്താനും ബാസിജ് സേനയുടെ കഴിവുകൾ ഉപയോഗിക്കാനും ഗ്രേറ്റ് പ്രൊപ്പറ്റ് 19 ലക്ഷ്യമിടുന്നതായും മേജർ ജനറൽ ഹുസൈൻ സുലൈമാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അഭ്യാസം പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യ ഘട്ടം സുരക്ഷയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘടകങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും. അവസാന ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം ഉൾപ്പെട്ടേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തങ്ങൾ ഏറ്റവും അവസാനത്തെ പ്രതിരോധ പ്രവർത്തനം തന്നെ നടത്തും, അല്ലെങ്കിൽ ആക്രമണാത്മകമായിട്ടുള്ള പ്രതിരോധം തന്നെ നടത്തും. ആ ആക്രമണത്തിൽ ഞങ്ങളുടെ ശത്രു ആര് എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കും, ഞങ്ങൾ പ്രയോഗിച്ചിരിക്കും എന്നാണ് IRGCയുടെ തലവൻ തന്നെ വ്യക്തമാക്കുന്നത്. IRGC മറ്റ് രാജ്യങ്ങളിലെ സൈനികർ ഒന്നും ഉപയോഗിക്കാത്ത തന്ത്രമുറകൾ ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യസ്തതകൾ വെച്ചുകൊണ്ട് തന്നെ രൂപകൽപ്പന ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭൂമിയിൽ വന്നുകൊണ്ട് ഏതെങ്കിലും ശത്രു രാജ്യത്തിന് എന്തെങ്കിലും ചെയ്തു തീർക്കാം എന്ന് കരുതുന്നത് അബദ്ധമായിരിക്കും, അപകടമായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇസ്ലാമിക് റിപ്പബ്ലിക് പോലെയുള്ള ഒരു രാജ്യത്തെ എളുപ്പത്തിൽ മറികടക്കുക, അത് അവർക്ക് മേൽ വിജയമുണ്ടാക്കുക എന്ന ഒരു ആശയം ഒരു സ്വപ്നമായി തന്നെ തുടരുമെന്നുമാണ് മേജർ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവർ ഈ യുദ്ധതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ യുദ്ധ പരിശീലനത്തിലൂടെ അവർ നേടിയിട്ടുള്ളത്. ഇറാനിയൻ റോഡ് മൊബൈൽ മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമുണ്ട്. 3AM ഖൊർഖാദ് 2014 അനാച്ഛാദനം ചെയ്ത ഒരു മിസൈലാണ്. ഈ ഹ്രസ്വദൂര സംവിധാനം ട്രക്ക് ചേസസിൽ ഘടിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് രാജ്യത്തെ സൈനിക വാണിജ്യ കപ്പലുകളിൽ കൂടി വ്യാപകമായി ഘടിപ്പിച്ചും ലഭ്യവുമാക്കിയിട്ടുണ്ട്. സിസ്റ്റത്തിന് 200 കിലോമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ചും 105 കിലോമീറ്റർ എൻഗേജ്മെൻറ്റ് റേഞ്ചും ഉണ്ടാകുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഓരോ ബാറ്ററിക്കും 3 TR അല്ലെങ്കിൽ സയർ 2 മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒന്നാണ്. മൂന്നാം ഖോർദാദ് സിസ്റ്റത്തിൻ്റെ ഓരോ ബറ്റാലിയനും 4 ബാറ്ററികളിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ സംവിധാനിച്ചതാണ്. 4 ടാർഗറ്റുകളെ ഒരേ സമയം നേരിടാനും 8 മിസൈലുകൾ വിക്ഷേപിക്കാനും കഴിവുള്ളതാണ് എന്നും ഇറാൻ പറയുന്നു. 2019 പേർഷ്യയിൽ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിന് സമീപം US നേവിയുടെ MQ-4C ട്രൈറ്റൺ ഡ്രോൺ സംവിധാനത്തെ വിജയകരമായി നശിപ്പിച്ച ഒരു മിസൈൽ സംവിധാനം കൂടിയാണ് തങ്ങളുടേത്. ആ രീതിയിലുള്ള എല്ലാ പരിശീലനങ്ങളും നടന്നു കഴിഞ്ഞു. പുതിയ മിസൈലുകളുടെ പരിശീലനവും ഗവേഷണവും ഉൽപ്പാദനവും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ പുറത്തിറക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള വാർത്തയിൽ പറഞ്ഞിരുന്ന കാര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിൻ്റെ രൂക്ഷമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇറാനകത്ത് ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇറാൻ പ്രതിരോധ സേനയ്ക്ക് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു.
ഇസ്രയേൽ ആവട്ടെ ഏതാണ് ഇറാന്റെ ലൂപ്പ് ഹോൾ എന്ന് നോക്കി നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഭരണപരമോ രാഷ്ട്രീയപരമോ സൈനികപരമോ ആയിട്ടുള്ള ഒരു വീഴ്ച ഇറാന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ച നിമിഷം കൊണ്ട് തന്നെ ഇസ്രയേൽ മുതലെടുക്കും. ഒരു ആക്രമണം ആ തരത്തിൽ ഇറാൻ ഒരിക്കലും നനയ്ക്കാത്ത സമയത്തിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും ചെറിയ ഒരു അപായത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ദുർബല നിമിഷത്തിന്റെ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും. ആ രീതിയിലാണ് ഇസ്രയേൽ അവരുടെ കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാതിരിക്കുവാനുള്ള വളരെ പരിശ്രമമായിരിക്കും ഇറാൻ നടത്തുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വീഴ്ച സംഭവിച്ച ഒരു ദുർബല നിമിഷത്തിൽ ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാക്രമണം വളരെ പെട്ടെന്ന് തന്നെ നടത്തുക എന്നതാണ് ഇറാന്റെ സൈനിക അഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചടി, ഇനിയൊരു ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ സംയമനത്തിൻ്റെ കാര്യങ്ങളുണ്ടാകില്ല. ഉടൻ തിരിച്ചടി എന്നത് നേരത്തെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ രൂക്ഷവും സംഘർഷഭരിതവുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ടെൻഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.